സോക്രട്ടസ് പറഞ്ഞ മനോഹരമായൊരു ചിന്തയുണ്ട്. ഇറ്റ് ഈസ് ഈസി ടു ലേൺ ബട്ട് ഡിഫിക്കൽട്ട് ടു അൺലേൺ. നമുക്കൊക്കെ ഒരു സാധാരണ മോഡുലേഷൻ ഉണ്ട് പ്രാർത്ഥിക്കുന്നതിലും പറയുന്നതിലൊക്കെ. പക്ഷെ അത് ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ദ ഗോസ്പൽ പാസേജ്. ഇന്ന് യേശു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വിജാതീയരെ പോലെ പ്രാർത്ഥിക്കരുത്. കാരണം അവരുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നവും യേശു തന്നെ പറയും. അത് അതിഭാഷണമാണ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ വിജാതിയുടെ പ്രാർത്ഥന മനുഷ്യരെ കേൾപ്പിക്കാനായിട്ടാണ്. ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം ഇല്ലായിരുന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം എന്ന് കാണിക്കുന്ന രീതിയിൽ അവർ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് മനുഷ്യരുടെ മുമ്പിൽ പലതും കാണിച്ച് ആ ദൈവത്തോട് പറയേണ്ട കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ അവർ കഴിഞ്ഞില്ല. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിക്കുന്നൊരു തികഞ്ഞ ബോധ്യം ആ പ്രാർത്ഥനയില്ലായിരുന്നു. അതുകൊണ്ട് യേശു ഒരു പുതിയ ടീച്ചിങ് അവരുടെ മുമ്പിൽ ഉയർത്തുകയാണ്. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. 1, സ്വർഗത്തിൽ ഒരപ്പനുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന അഭിസംബോധന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് തികഞ്ഞ ബോധ്യം നമുക്ക് ആദ്യ അഭിസംബോധനയിൽ തന്നെ കിട്ടുകയാണ്. മുകളിലൊരു അപ്പനുണ്ട്. ചോദിക്കാൻ എനിക്കൊരു സ്വന്തമായൊരാളുണ്ട്. ദൈവം കൈവിരൽ തുമ്പത്തുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ബന്ധം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. രക്തബന്ധത്തെക്കാളും ഹൃദയബന്ധം സ്വർഗത്തിലെ ദൈവവുമായി എനിക്കുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടുമ്പോൾ പിന്നീട് ആ പ്രാർത്ഥന നൽകുന്ന മറ്റൊരു പാഠം ഇതാണ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന മനോഹരമായ പിന്നീടുള്ള വരികളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വരികളാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ദൈവം മഹത്വപ്പെടുന്നുണ്ടോ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവൻ ചെയ്തു തന്ന വലിയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? എല്ലായ്പ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നിടത്ത് തിരിച്ച് അവൻ്റെ മഹത്വത്തെക്കുറിച്ചോ അവൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനും അതിനെ ഒന്ന് മനസ്സറിഞ്ഞ് നന്ദി അർപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പ്രാർത്ഥനയുടെ അടുത്ത വരികൾ. പ്രാർത്ഥനകൾ അവസാനിക്കുന്നിടത്താണ് ഓരോ ആവശ്യങ്ങളും ഉന്നയിക്കുന്നത്. അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രലോഭനങ്ങൾ വീഴ്ത്തരുത് എന്നുള്ള യാചനയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ നിമിഷവും ഓരോ നാളുകളും നടക്കേണ്ട മനോഹരമായ വെളിച്ചത്തിൻ്റെ പാതകളെ ഓർമ്മിപ്പിക്കുകയാണ്. നടക്കുന്ന പാതകൾ കാൽ തെറ്റി വീഴാതിരിക്കാൻ, ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നാളാകാൻ, ഒരിക്കലും വിശപ്പിൻ്റെ പേരിലോ ദാഹത്തിൻ്റെ പേരിലോ കരയാതിരിക്കാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടും സ്വർഗത്തിലെ ഒരു പിതാവിനോടുള്ള ആത്മബന്ധത്തിൻ്റെയും ഹൃദയബന്ധത്തിൻ്റെയും പ്രാർത്ഥനയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ കുറച്ചും കൂടി ഇനി മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് സോക്രട്ടസ് ആവശ്യപ്പെട്ടത്. ഇറ്റ് ഈസ് ഈസി ടു ലേൺ ബട്ട് ഡിഫിക്കൽട്ട് ടു അൺലേൺ. പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നിടത്ത് ഇനി പുതിയ കാര്യങ്ങൾ അൺലേൺ ചെയ്യണം.